സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനുവിൽ മാറ്റം വന്നതോടുകൂടി കുട്ടികളെല്ലാം ഡബിൾ ഹാപ്പി. കാസർഗോഡ് GMUPS ചെറുക്കളയിലെ കുരുന്നുകളാണ് ഉച്ചഭക്ഷണ മെനുവിലെ മാറ്റത്തിൽ മന്ത്രി അച്ചാച്ചനോട് നന്ദി പറയുന്നത്. കാണാം അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്തായാലും പുതിയ ഉച്ചഭക്ഷണ മെനു വന്നതോടുകൂടി കുട്ടികളെല്ലാവരും തന്നെ ഹാപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ അഭിപ്രായങ്ങൾ തന്നെ ചോദിച്ചറിയേണ്ടതല്ലേ. മക്കളെ, എന്ത് തോന്നുന്നു? പുതിയ ഭക്ഷണ രീതിയൊക്കെ വന്നു. വെജിറ്റബിൾ ബിരിയാണി, പായസം, എന്തൊക്കെയാണ്? എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം തോന്നുന്നു. ബിരിയാണി വരുന്നു, പായസം വരുന്നു, മുട്ടത്തോരൻ വരുന്നു, ഫ്രൈഡ് റൈസ് വരുന്നു. സന്തോഷമായോ? വളരെ സന്തോഷം. എന്നാണ് നമ്മുടെ മന്ത്രി അച്ചാച്ചനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ വളരെ നന്ദി. വളരെ നന്ദി. ഒരു ഫ്ലൈയിങ് പ്ലീസ്. മന്ത്രി അച്ചാച്ചന് ഫ്ലൈയിങ് എന്നാ കൊടുത്തോ. കഴിച്ചതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ പുതിയ ഓരോരോ വിഭവങ്ങൾ സ്കൂളിൽ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ടീച്ചറോട് തന്നെ ചോദിക്കണം. ചേട്ടൻ ടീച്ചറെ, അപ്പൊ പുതിയ മെനു വന്നു, കുട്ടികൾക്ക് പുതിയ ഭക്ഷണ രീതികളായി, അപ്പൊ എന്ത് തോന്നുന്നു? അപ്പോൾ കുട്ടികളുടെ പോഷക സമ്പുഷ്ടമായ വളർച്ചയ്ക്ക് വേണ്ടി നല്ലൊരു പുതിയൊരു മെനു, പ്രത്യേകിച്ച് കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു ഭക്ഷണ രീതിയാണ്. ബിരിയാണി, ചിക്കൻ, മുട്ട, ഫ്രൈഡ് റൈസ് തുടങ്ങിയവയൊക്കെ കുട്ടികൾക്ക് വളരെയധികം താല്പര്യത്തോടെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഭക്ഷണ മെനു കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രി പെരുമാറി എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യം. ടീച്ചർ, അപ്പോൾ കുട്ടികൾക്ക് പുതിയ ഭക്ഷണക്രമങ്ങളൊക്കെ വരുന്നു, കുട്ടികളെല്ലാം തന്നെ ഹാപ്പിയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? അതായത് ഇപ്പൊ ലാഭവിഹിതം വർദ്ധിക്കുന്നതിനെ പറ്റി എന്ത് തോന്നുന്നു? അല്ല, ഇപ്പോഴുള്ള നിലവിലുള്ള റേറ്റ് അനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ തന്നെ പറ്റുന്നുണ്ട്. നല്ല പോഷകസമൃദ്ധമായ ആഹാരം തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ആഴ്ചത്തോറും മുട്ടയും പാലും, ആഴ്ചയിൽ 2 പാലും നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഇത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ്, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഇത് നൽകാൻ പറ്റുന്നത് കുട്ടികൾക്കും സന്തോഷമാണ്, അത് നൽകാൻ പറ്റുന്നത് നമുക്കും അതൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ നമ്മളെ ചുറ്റുപാടും എല്ലാ മേഖലകളിലും ഒരേപോലെയുള്ള കുട്ടികളല്ല. നമ്മൾ സ്കൂളിൽ തന്നെ സാധാരണ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും ധാരാളമുണ്ട്. അന്നേരം അത്തരം കുട്ടികൾക്ക് ഇതൊരു നല്ലൊരു കാര്യമാണ്. നമുക്കറിയാം, സാധാരണ സാമ്പാർ അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം കഴിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ബിരിയാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷം തന്നെയായിരിക്കും അല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.